ദ്രുപദ മഹാരാജാവെ, അങ്ങ് ഖേദിക്കണ്ട. അങ്ങ് ഉദ്ദേശിച്ച പോലെ പാഞ്ചാലിയെ അർജുനന് തന്നെയാണ് നൽകിയത് എന്ന് യുധിഷ്ഠിരൻ പറഞ്ഞപ്പോൾ ദ്രുപദന് വലിയ സന്തോഷമായി ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പോൾ ദ്രുപദൻ പറഞ്ഞു, നാഞ്ഞിപ്പോൾ ഒരു നല്ല ഏതായാലും സ്വയംവരം കഴിഞ്ഞു, പിന്നെ വിവാഹം വേറെ ഉണ്ട്. സ്വയംവരം വരനെ സെലക്ട് ചെയ്യുന്ന പ്രോസസ്സാണ്. സെലക്ട് ചെയ്തു, ഇനി വിശദമായിട്ടൊരു കല്യാണം നടത്താം, നമുക്ക് ഗംഭീരമായിട്ടൊരു കല്യാണം നടത്താം. അർജുനൻ ശുഭമുഹൂർത്തം നോക്കി ദ്രൗപദിയെ വിവാഹം കഴിക്കട്ടെ എന്ന് ദ്രൗപദിയുടെ അച്ഛൻ ആര് പറഞ്ഞു? ഈ ദ്രുപദൻ പറഞ്ഞപ്പോൾ ധർമ്മപുത്രര്, രാജാവേ എനിക്കും വേണം ഒരു കല്യാണം എന്ന് പറഞ്ഞു. ഭവാൻ കല്യാണം കഴിച്ചോളൂ, ആര് വേണമെങ്കിൽ കല്യാണം കഴിച്ചോളൂ. ഞങ്ങളാരും കല്യാണം കഴിച്ചിട്ടില്ല ദ്രുപദ മഹാരാജാവേ. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, ഭീമസേനൻ കഴിച്ചിട്ടില്ല, അർജുനൻ ഇപ്പോൾ കഴിച്ചിട്ടില്ല, നകുലൻ സഹദേവൻ, ഞങ്ങൾ 5 ആൾക്കും വിവാഹം വേണം. ഞങ്ങളതുകൊണ്ടൊരു നിശ്ചയം ചെയ്തു. എന്ത് നിശ്ചയം? ദ്രൗപദി ഞങ്ങൾ 5 പേരുടെയും ഭാര്യയായിരിക്കട്ടെ. അയ്യോ, അതെങ്ങനെ സാധിക്കും?